പോലീസിന്റെ അതിക്രൂര മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ 2.5 വർഷത്തിനു ശേഷം വിവരാവകാശ നിയമ പോരാട്ടത്തിലൂടെയാണ് പുറത്തുവന്നത്. 3 യുവാക്കളെ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്ത് VS സുജിത്തിനെ 27 സ്റ്റേഷനിലെത്തിച്ച് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളാണ് സ്റ്റേഷനിലെ CCTV ക്യാമറയിൽ നിന്നും ലഭിച്ചത്. SI നോക്മാൻ, സീനിയർ CPO ശശീന്ദ്രൻ, CPOമാരായ സന്ദീപ്, സജീവൻ എന്നിവർ ചേർന്ന് മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. കരണത്തേറ്റ അടിയിൽ സുജിത്തിന് കേൾവി തകരാറും സംഭവിച്ചു. 2023 ഏപ്രിൽ 5-നായിരുന്നു സംഭവം. ചിലർ പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നതായ പരാതിയെ തുടർന്ന് കാണിപ്പയ്യൂരിലെത്തിയ പോലീസ് 3 യുവാക്കളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചത് അടുത്ത വീട്ടിൽ താമസിക്കുന്ന സുജിത്ത് തടഞ്ഞു. ഇതോടെ സുജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കണ്ണൂർ പരിയാരത്ത് റോഡരികിൽ പരിക്കേറ്റ് 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് പോലീസ്. ഇവർ റോഡരികിൽ കിടക്കുകയായിരുന്നുവെന്ന് പറഞ്ഞ യുവാവിന്റെ ബൈക്കാണ് അപകടത്തിനിടയാക്കിയതെന്ന സംശയത്തിലാണ് പോലീസ്. എരമം സ്വദേശികളായ എരമം നോർത്ത് തവിടിശ്ശേരി വിജയൻ 50, ഉള്ളൂർ രതീഷ് 45 എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10-ന് മാതമംഗലം പെരുന്തട്ട മേച്ചിറയിലാണ് 2 പേരെ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. പെരുന്തട്ടയിൽ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തു തിരിച്ചുവരികയായിരുന്നു. ബൈക്കിൽ ഇതുവഴി വരികയായിരുന്ന എരമം സ്വദേശി ശ്രീതളാണ് ഇവരെ പരുക്കേറ്റ നിലയിൽ കണ്ടത്. റോഡിൽ 2 പേർ വീണുകിടക്കുന്നത് കണ്ടുവെന്നും നിയന്ത്രണം വിട്ട് തന്റെ ബൈക്കും മറിഞ്ഞുവെന്നുമാണ് ശ്രീതൾ പറഞ്ഞത്. ശ്രീതളിലും പരിക്കേറ്റു. തുടർന്ന് നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിജയനും രതീഷും മരിച്ചു. മലബാർ കലാപത്തിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയാണുണ്ടായതെന്നും അത് സ്വാതന്ത്ര്യ സമരമാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ലോകത്തെ ശാശ്വതമായ സമാധാനമുണ്ടാകാൻ ഗുരുദർശനം മാത്രമാണ് ഒറ്റമൂലിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം പെരിങ്ങമല ശാഖ നിർമ്മിച്ച ശ്രീനാരായണീയം കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദി വിട്ടതിനു ശേഷമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം. വർഗീയ വിഷം ചീറ്റാൻ ഗുരുദർശനങ്ങളെ തന്നെ ദുരുപയോഗിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ: തന്നെപ്പോലെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞവരുടെ അനുയായികൾ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? പ്രവാചകൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുയായികൾ അനുസരിക്കാറുണ്ടോ? കിട്ടിയത് അവർ മാത്രം എടുക്കുന്നതാണ് രീതി. ദർശനങ്ങളെല്ലാം നല്ലതാണെങ്കിലും അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറുന്നു. എല്ലാ ദർശനങ്ങളും ഒന്നാണെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ആലുവയിൽ സർവമത സൗഹാർദ്ദ സമ്മേളനം ഗുരു നടത്തി എല്ലാ മതസാരവും ഒന്നാണെന്ന സന്ദേശം നൽകാനായിരുന്നു അത്. എല്ലാവരും സംസാരിച്ച ശേഷം ഗുരു എല്ലാ മതസാരം ഒന്ന് ഒരു വാക്യം മാത്രമേ എഴുതിക്കൊടുത്തുള്ളൂ. സർവമത സമ്മേളനം നടത്താൻ വ്യക്തമായ കാരണമുണ്ട്. മാപ്പിള ലഹളയാണ് കാരണം. മുസ്ലിം സമുദായം ലഹള നടത്തി ഹിന്ദുക്കളെ മാനഭംഗപ്പെടുത്തുകയും മതപരിവർത്തനം ചെയ്യുകയും ചെയ്ത മഹത്തായ ദുരിതമായിരുന്നു അത്. അത് കേട്ടറിഞ്ഞ ഗുരുദേവൻ എന്താണ് ആ ദുഃഖമെന്നറിയാൻ കുമാരനാശാനെ അവിടേക്ക് അയച്ചു. കുമാരനാശാൻ അവിടെ പോയി എല്ലാം കണ്ട് തിരിച്ചെത്തി സത്യങ്ങളെല്ലാം ഗുരുവിനോട് പറഞ്ഞു. അതിൽ ഗുരുവിനുണ്ടായ ദുഃഖമാണ് സർവതമ സമ്മേളനം വിളിച്ചുകൂട്ടാനുണ്ടായ പ്രേരകശക്തി. കുമാരനാശാൻ അതുമായി ബന്ധപ്പെട്ട കാവ്യം എഴുതുകയും ചെയ്തു. അതിനെ സ്വാതന്ത്ര്യ സമരമാക്കാനാണ് പലരും ശ്രമിക്കുന്നത്. ചരിത്രം പോലും മാറ്റിമറിക്കുകയാണ്. ഗുരുദർശനങ്ങൾ നമ്മൾ മാത്രം ഉൾക്കൊള്ളുകയും മറ്റാരും അതിന് തയ്യാറാകാതിരിക്കുന്ന ദുരവസ്ഥയാണിപ്പോഴുള്ളത്. ലോകത്ത് ശാശ്വതമായ സമാധാനമുണ്ടാകാൻ ഗുരുദർശനം മാത്രമാണ് ഒറ്റമൂലിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കാൻ തനിക്ക് 20 ലക്ഷം രൂപ പോലീസ് ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്തതായി യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് പറഞ്ഞു. ആദ്യം 10 ലക്ഷമായിരുന്നു, പിന്നീട് ഇത് 20 ലക്ഷമായി. അതിൽ കൂടുതൽ ചോദിച്ചാലും അവർ നൽകാൻ തയ്യാറായിരുന്നു. എന്നാൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നതിൽ ഉറച്ചുനിന്നു. മർദ്ദിച്ച പോലീസുകാരല്ല, വേറെ ഉദ്യോഗസ്ഥരാണ് സമീപിച്ചത്. ഇവർ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായി ഒത്തുതീർപ്പിനുള്ള ശ്രമം നടത്തി. ചുമരിനോട് ചേർത്തിരുത്തി കാൽ നീട്ടിവയ്പ്പിച്ചാണ് കാലിന്റെ അടിയിൽ ലാത്തികൊണ്ട് തല്ലിയത്. തല്ലിയതിനു ശേഷം നിവർന്നുനിന്ന് ചാടാൻ പറഞ്ഞു. ഇങ്ങനെ 15 തവണയെങ്കിലും ചെയ്യിപ്പിച്ചു. വെള്ളം കുടിക്കാൻ ചോദിച്ചെങ്കിലും തന്നില്ല. ചെവിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. CCTV ഇല്ലാത്ത ഭാഗത്ത് വെച്ച് എനിക്ക് മർദ്ദനമേറ്റിരുന്നു. 5 പോലീസുകാർ ചേർന്ന് കൂട്ടമായി മർദ്ദിച്ചു. അതൊന്നും പോരാതെയാണ് 2.5 വർഷത്തിനുള്ളിൽ മാനസികമായും അല്ലാതെയും ഒരുപാട് ഉപദ്രവിച്ചത്. സഹിക്കാൻ പറ്റാവുന്നതിനും മേലെയായിരുന്നു പീഡനം. ആദ്യത്തെ അടിയിൽ തന്നെ ബോധം പോകുന്നതുപോലെയായി. വാഹനത്തിനകത്ത് കയറ്റുന്ന തന്നെ ഷർട്ട് വലിച്ചു കീറി. ഇതിനുശേഷമാണ് മർദ്ദിച്ചത്. സ്റ്റേഷനിലേക്ക് എത്തുന്നതിനു മുന്നേയും തല്ലി. ചെവിയിലാണ് ആദ്യത്തെ അടി കിട്ടത്. ആ അടിയിലാണ് കർണപുടം പൊട്ടിയത്.
നിലത്തിരുത്തി കാലിനടിയിൽ ലാത്തികൊണ്ട് അടിച്ചു. അവിടെ മാത്രം 45 തവണയാണ് അടിച്ചത്. ശശിധരൻ, ഷുഹൈർ എന്നിവർ മുകളിലേക്ക് കയറി വന്നു മർദ്ദിച്ചു. ഇവരെ CCTV ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കില്ല. നേതാവ് കളിക്കേണ്ട, പോലീസിനെ എതിർത്ത് സംസാരിക്കാനായിട്ടില്ല, പാർട്ടി പ്രവർത്തനം, ശാന്തിപ്പണി എല്ലാം അവസാനിപ്പിച്ചു തരും, പണിയെടുത്ത് ജീവിക്കാൻ അനുവദിക്കില്ല എന്നെല്ലാം പറഞ്ഞായിരുന്നു മർദ്ദിച്ചത്. അങ്ങനെയൊന്നുമില്ല, നീ ആരാണ് ഇടപെടാനെന്ന് ചോദിച്ച് ഷർട്ടിന്റെ കോളറിൽ പിടിച്ചാണ് ജീപ്പിൽ കയറ്റിയത്. SIയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസുകാർ മർദ്ദിച്ചത്. കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും പറയുന്നത് കേൾക്കാൻ പോലീസ് തയ്യാറായില്ല. പാർട്ടി പ്രവർത്തകനായതുകൊണ്ടാകാം ചുമരിനോട് ചേർത്തിരുത്തി കാൽ നീട്ടി വയ്പ്പിച്ചാണ് കാലിനടിയിൽ ലാത്തികൊണ്ട് തല്ലിയത്. തല്ലിയതിനു ശേഷം നിവർന്നു നിന്ന് ചാടാൻ പറഞ്ഞു. ഇങ്ങനെ 15 തവണയെങ്കിലും ചെയ്യിപ്പിച്ചു. വെള്ളം കുടിക്കാൻ ചോദിച്ചെങ്കിലും തന്നില്ല. മജിസ്ട്രേറ്റിന് മുന്നിലാണ് പോലീസ് മർദ്ദനത്തെക്കുറിച്ച് തുറന്നു പറയാനായത്. അപ്പോഴേക്കും ശരീരം മോശം അവസ്ഥയിലായിരുന്നു. CCTV ദൃശ്യം പരിശോധിക്കണമെന്നും അത് നൽകണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ തരാൻ പോലീസ് വിസമ്മതിച്ചു. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരമാണ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ആദ്യം വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടും കാര്യമുണ്ടായില്ല. പിന്നീട് ഞാൻ നൽകിയ അപ്പീൽ അപേക്ഷയിൽ വിവരാവകാശ കമ്മീഷൻ പോലീസിനെയും എന്നെയും നേരിട്ട് വിളിച്ചു വരുത്തി 2 പേരുടെയും വാദം കേട്ടു. തുടർന്ന് ആവശ്യപ്പെട്ട CCTV ദൃശ്യങ്ങൾ നൽകാൻ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് വ്യാജ FIR ഉണ്ടാക്കിയത്. അങ്ങനെ എന്നെ ജയിലിലടയ്ക്കാനായിരുന്നു നീക്കം. ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് രക്ഷയായത്. 4 പേർക്കെതിരെ മാത്രമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഒരു ഡ്രൈവർ ഉൾപ്പെടെ 5 പേർ ഇതിൽ പങ്കാളികളാണ്. ഡ്രൈവറെയും പ്രതി ചേർത്ത് മുന്നോട്ടു പോകാനാണ് തീരുമാനം. ഒതുക്കിത്തീർക്കാൻ സംസാരങ്ങളുണ്ടായെങ്കിലും അതിന് വഴങ്ങിയില്ല. സസ്പെൻഷൻ മാത്രം പോരാ, പോലീസിൽ തുടരാൻ അവർ അർഹരല്ല. കരുത്തി കൂട്ടിയാണ് അവർ എന്നെ മർദ്ദിച്ചത്. മുൻപ് CI ഒരു പയ്യനെ തല്ലി പരിക്കേൽപ്പിച്ചിട്ട് ആ ലോക്കപ്പ് മർദ്ദനം 10 ലക്ഷം രൂപയ്ക്ക് ഒത്തുതീർപ്പാക്കിയിരുന്നു. ആ രീതിയിൽ പണം നൽകുമെന്ന് പറഞ്ഞായിരുന്നു ഒത്തുതീർപ്പ് ചർച്ചകൾ. അവസാനം 20 ലക്ഷം രൂപ വരെ നൽകാമെന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ ചോദിച്ചാൽ അതും നൽകാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ ഞാൻ തയ്യാറായില്ല. നിയമപരമായി മുന്നോട്ടു പോകുമെന്നാണ് അന്നും പറയുന്നത്, ഇന്നും പറയുന്നത്. മുൻപ് CI ഒരു പയ്യനെ തല്ലി പരിക്കേൽപ്പിച്ചിട്ട് ആ ലോക്കപ്പ് മർദ്ദനം 10 ലക്ഷം രൂപയ്ക്ക് ഒത്തുതീർപ്പാക്കിയിരുന്നു. ആ രീതിയിൽ പണം നൽകുമെന്ന് പറഞ്ഞായിരുന്നു ഒത്തുതീർപ്പ് ചർച്ചകൾ. അവസാനം 20 ലക്ഷം രൂപ വരെ നൽകാമെന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ ചോദിച്ചാൽ അതും നൽകാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ ഞാൻ തയ്യാറായില്ല. നിയമപരമായി മുന്നോട്ടു പോകുമെന്നാണ് അന്നും പറയുന്നത്, ഇന്നും പറയുന്നത്. യമൻ സ്വദേശി തലാൽ അബ്ദു മഹ്ദിയുടെ കൊലപാതകത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന് ചർച്ചകൾക്കായി ഒരു സംഘം ഇന്ന് ആ രാജ്യത്തെത്തിയിട്ടുണ്ടെന്ന് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. ശുഭകരമായ വാർത്ത പ്രതീക്ഷിക്കുന്നു. ആര് ചർച്ച നടത്തിയാലും നല്ലതാണ്. എന്നാൽ ഇതു സംബന്ധിച്ചുള്ള സമൂഹ മാധ്യമ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ജൂലൈ 16 നടക്കാനിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഇന്ത്യൻ നയതന്ത്ര ഇടപെടലുകളെ തുടർന്ന് നീട്ടിവച്ചിരുന്നു. പാലക്കാട് സ്വദേശിയാണ് നിമിഷപ്രിയ. 2008 യമനിലേക്ക് പോയ നിമിഷപ്രിയ തലാലുമായി ചേർന്ന് പിന്നീട് സ്വന്തമായി ഒരു ക്ലിനിക്ക് ആരംഭിച്ചു. അവരുടെ പാസ്പോർട്ട് കൈവശം വച്ചിരുന്ന ബിസിനസ് പങ്കാളി കൂടിയായ തലാലിനെ 2017 കൊലപ്പെടുത്തി എന്നതാണ് കേസ്. പാസ്പോർട്ട് തിരികെ വാങ്ങാനായി അമിതമായ അളവിൽ ലഹരിമരുന്ന് കുത്തിവെച്ച് മയക്കിക്കിടത്താനായിരുന്നു ശ്രമം. പക്ഷേ തലാൽ മരിച്ചു. തലാലിന്റെ മൃതദേഹം ഒരു വാട്ടർ ടാങ്കിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യൻ വ്യോമസേന തകർത്ത പ്രധാന എയർബേസായ നൂർഖാൻ വ്യോമതാവളത്തിന്റെ പുനർനിർമ്മാണം ആരംഭിച്ച് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ നയതന്ത്ര പ്രാധാന്യമേറെയുള്ള VVIP വ്യോമതാവളമാണ് രാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ്. പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് മേഖലയിൽ പുനർനിർമ്മാണം നടക്കുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ സൈനിക ട്രക്കുകളടക്കം വ്യോമതാവളത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിനിടെ സൈനിക ട്രക്കുകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ എന്നിവയാണ് ഇന്ത്യൻ വ്യോമസേന തകർത്തത്. പാകിസ്ഥാൻ വ്യോമ കരസേനകളുടെ ആശയവിനിമയ സംവിധാനങ്ങളെ സംയോജിപ്പിച്ചിരുന്ന കൺട്രോൾ സെന്റർ ആയിരിക്കാം തകർന്ന കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്നതെന്നാണ് വിലയിരുത്തൽ. ആക്രമണം നടന്ന് 4 മാസത്തിനു ശേഷവും നൂർഖാൻ ബേസിൽ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ തന്നെ ആക്രമണത്തിന്റെ തീവ്രത വലിയതായിരിക്കാമെന്നുമാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ വ്യോമസേനയുടെ 12ാം നമ്പർ VIP സ്ക്വാഡ്രൺ ബുറാക്സ് ഈ വ്യോമതാവളത്തിലാണ് പ്രവർത്തിക്കുന്നത്. വിദേശ സന്ദർശനത്തിന് പോകുന്ന പാകിസ്ഥാൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, സൈനിക മേധാവികൾ, ക്യാബിനറ്റ് മന്ത്രിമാർ എന്നിവരുൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുടെ സുരക്ഷാ ഉത്തരവാദിത്വം ഈ യൂണിറ്റിനാണ്.
പുറത്തുവന്ന ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങളിൽ ബൊംബാർഡിയർ ഗ്ലോബൽ 6000 മോഡലിൽ ഉൾപ്പെട്ട ഒരു VVIP ജെറ്റും പുനർനിർമ്മാണം നടക്കുന്ന മേഖലയ്ക്ക് സമീപം പാർക്ക് ചെയ്തിരിക്കുന്നതായി കാണാം. തന്റെ പതിവ് യാത്രാ വിമാനം അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയപ്പോൾ സൈനിക മേധാവിയായ അസീം മുനീർ വിദേശയാത്രകൾക്കായി ഉപയോഗിക്കുന്നത് PAF ഗ്ലോബൽ 6000 വിമാനമാണ്. ഒരു ക്രിമിനലിനോട് പോലും കാണിക്കാത്ത വിധത്തിലുള്ള ക്രൂരമർദ്ദനമാണ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനേറ്റതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മർദ്ദിച്ചിട്ടും മതിവരാതെയായിരുന്നു പോലീസിന്റെ പെരുമാറ്റം. കള്ളക്കേസിലാണ് സുജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞു. ഇതിലുൾപ്പെട്ട പോലീസുകാരെ പുറത്താക്കിയില്ലെങ്കിൽ കോൺഗ്രസ് ഏതറ്റം വരെയും പോകുമെന്നും സതീശൻ പറഞ്ഞു. കേരളത്തെ നടുക്കുന്ന കസ്റ്റഡി പീഡനമാണ് നടന്നത്. ആ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. ഇത്തരക്കാരെ സർവീസിൽ തുടരാൻ അനുവദിക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഏതറ്റം വരെയും പോകും. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ അത് കടുത്തതായിരിക്കും. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്നും സതീശൻ പറഞ്ഞു. നിന്നെ കൈവച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നിരിക്കും. എന്റെ വാക്കാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ഉറച്ച വാക്കുകളിൽ വർഗീസ് ചൊവ്വന്നൂർ പറഞ്ഞു. ആ വാക്കുകൾ ഇന്നലെ യാഥാർത്ഥ്യമായി. നാട്ടുകാരിൽ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്ത യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ SI അടക്കം 4 പോലീസുകാർ തല്ലിച്ചതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരാൻ പരിശ്രമിച്ചവരിൽ മുന്നിലാണ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ വർഗീസ്. മർദ്ദനം തെളിയിക്കുന്ന രേഖകൾക്കായി നിയമപോരാട്ടം നടത്തിയതും വർഗീസാണ്. 2 വർഷം മുൻപ് സുജിത്തിനെ ജാമ്യത്തിൽ പുറത്തിറക്കിയതു മുതൽ ഇന്നലെ സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിച്ച CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതുവരെ നീളുന്നതാണ് വർഗീസിന്റെ പോരാട്ടം. എല്ലാ മനുഷ്യർക്കും ഈ നാട്ടിൽ ജീവിക്കണം. അപകടത്തിൽപ്പെടുന്നവർക്കായി ചോദിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഒരു കാര്യത്തിനിറങ്ങി തിരിച്ചാൽ പിന്നെ വിടാതെ പിന്തുടരുന്നതാണ് വർഗീസിന്റെ ശൈലി. നിയമം പഠിച്ചിട്ടില്ലെങ്കിലും നിരന്തരമായ നിയമ പോരാട്ടങ്ങളിലൂടെ നിയമാവബോധമുള്ളയാളായി മാറി. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ അത് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് വർഗീസിന്റെ ഇടപെടലിലായിരുന്നു. തുടർന്ന് പോലീസ് വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് വിവരാവകാശ പ്രകാരം സംഘടിപ്പിച്ചു. ഇതിൽ CCTV ദൃശ്യങ്ങളിൽ മർദ്ദനം നടന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നത് പിടിവള്ളിയാക്കി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് വിവരാവകാശം നൽകി. പോലീസിന് പോലും അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ദൃശ്യങ്ങൾ നൽകാതിരിക്കാൻ പോലീസ് നടത്തിയ നീക്കങ്ങളെല്ലാം അപ്പീലുകൾക്ക് മേൽ അപ്പീൽ നൽകി തടയിട്ടു. പാർട്ടിയിലെ ചില നേതാക്കൾ പോലീസുമായി ഒത്തുതീർപ്പ് വേണമെന്നാവശ്യപ്പെട്ടിട്ടും ആ സമ്മർദ്ദം മറികടക്കാൻ സുജിത്തിന് കഴിഞ്ഞതും വർഗീസ് ചൊവ്വന്നൂരിന്റെ ഇടപെടൽ കാരണമായിരുന്നു. പോരാടാൻ കൂടെയുള്ളവർക്കു വേണ്ടി അവസാനം വരെ പോരാടും. പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. അതാണ് ശൈലി. ഇടയ്ക്ക് പേടിച്ചു പോകരുത്. അന്ന് സുജിത്തിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. മർദ്ദനത്തിന്റെ 25% മാത്രമാണ് CCTVയിലുള്ളത്. ബാക്കി മർദ്ദനം മറ്റു സ്ഥലത്ത് വെച്ചായിരുന്നു. പൊതുപ്രവർത്തകന് ഈ അവസ്ഥയാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ പറയണോ? സുജിത്തല്ല, ആരായാലും ഞാൻ കൂടെ നിൽക്കുമായിരുന്നു, വർഗീസ് ചൊവ്വന്നൂർ പറയുന്നു. ഇനി നമ്മുടെ നികുതിഭാരം കുറയും. മോദിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാനാകുമോ? എന്തുകൊണ്ട് ഈ GST യോഗം ഇന്ത്യക്ക് നിർണായകം? ഒരു കാര്യത്തിനിറങ്ങിത്തിരിച്ചാൽ പിന്നെ വിടാതെ പിന്തുടരുന്നതാണ് വർഗീസിന്റെ ശൈലി. നിയമം പഠിച്ചിട്ടില്ലെങ്കിലും നിരന്തരമായ നിയമ പോരാട്ടങ്ങളിലൂടെ നിയമാവബോധമുള്ളയാളായി മാറി. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ അത് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് വർഗീസിന്റെ ഇടപെടലിലായിരുന്നു. തുടർന്ന് പോലീസ് വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് വിവരാവകാശ പ്രകാരം സംഘടിപ്പിച്ചു. ഇതിൽ CCTV ദൃശ്യങ്ങളിൽ മർദ്ദനം നടന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നത് പിടിവള്ളിയാക്കി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് വിവരാവകാശം നൽകി. പോലീസിന് പോലും അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ദൃശ്യങ്ങൾ നൽകാതിരിക്കാൻ പോലീസ് നടത്തിയ നീക്കങ്ങളെല്ലാം അപ്പീലുകൾക്ക് മേൽ അപ്പീൽ നൽകി തടയിട്ടു. പാർട്ടിയിലെ ചില നേതാക്കൾ പോലീസുമായി ഒത്തുതീർപ്പ് വേണമെന്നാവശ്യപ്പെട്ടിട്ടും ആ സമ്മർദ്ദം മറികടക്കാൻ സുജിത്തിന് കഴിഞ്ഞതും വർഗീസ് ചൊവ്വന്നൂരിന്റെ ഇടപെടൽ കാരണമായിരുന്നു. രാജ്യത്തെ GST നിരക്കുകൾ 5%, 18% എന്നീ 2 സ്ലാബുകളായി ചുരുക്കാൻ GST കൗൺസിൽ തീരുമാനിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 22 മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. പുതിയ പരിഷ്കരണങ്ങൾ അനുസരിച്ച് നിരവധി നിത്യോപയോഗ സാധനങ്ങളടക്കം 175 ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ടൂത്ത് ബ്രഷ്, ഹെയർ ഓയിൽ തുടങ്ങിയവ ഇനി 5% GST സ്ലാബിൽ ഉൾപ്പെടും. 2500 രൂപ വരെ വിലയുള്ള വസ്ത്രങ്ങൾക്കും ചെരുപ്പുകൾക്കും നികുതി 5% കുറയും. പനീർ, വെണ്ണ, ചപ്പാത്തി, ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയെ GSTയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയെ GSTയിൽ നിന്ന് ഒഴിവാക്കി. TV, സിമന്റ്, മാർബിൾ, ഗ്രാനൈറ്റ്, ഓട്ടോ പാർട്സ്, 3 ചക്ര വാഹനങ്ങൾ,
രാസവളം, കീടനാശിനികൾ എന്നിവയ്ക്ക് 18% നികുതിയായിരിക്കും. ആഡംബര കാറുകൾ, സ്വകാര്യ വിമാനങ്ങൾ, വലിയ കാറുകൾ, ഇടത്തരം കാറുകൾ എന്നിവയ്ക്ക് 40% GST ചുമത്തും. പാൻ മസാല, സിഗരറ്റ്, ഗുഡ്ക, ചവയ്ക്കുന്ന പുകയില പോലുള്ള മറ്റു പുകയില ഉൽപ്പന്നങ്ങൾ, സർദ പോലുള്ള ഉൽപ്പന്നങ്ങൾ, ബീഡി എന്നിവയ്ക്ക് 40% GST ചുമത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. പഞ്ചസാര, മധുരപലഹാരങ്ങൾ, കഫീൻ അടങ്ങിയ പാനീയങ്ങൾ, പഴച്ചാറുകൾ അടങ്ങിയ കാർബണേറ്റഡ് പാനീയങ്ങൾ, മദ്യമില്ലാത്ത പാനീയങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ സാധനങ്ങളും 40% GSTയുടെ പരിധിയിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു. GST നിരക്കുകൾ 2 സ്ലാബുകളായി ചുരുക്കാനുള്ള GST കൗൺസിൽ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുകയെന്നതാണ് പ്രധാനമെന്നും ധനമന്ത്രാലയവും വ്യക്തമാക്കി. വരുന്ന സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ വിൽപ്പനയുണ്ടാകുമെന്ന് കരുതുന്നുവെന്നും ധനമന്ത്രാലയം പറയുന്നു. ഗുരുവിനെ പകർത്തിയ നേതാവാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ വെള്ളാപ്പള്ളി പകർത്തിയെന്നും വെള്ളാപ്പള്ളിയുടെ കാലത്ത് SNDP യോഗം സാമ്പത്തിക ഉന്നതിയിലേക്ക് ഉയർന്നുവന്നെന്നും വെള്ളാപ്പള്ളിയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും യുവത്വത്തിന് മാതൃകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് ശ്രീനാരായണീയം കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഗുരു ആലുവയിൽ സർവ്വമത സമ്മേളനം നടത്താൻ കാരണം മാപ്പിള ലഹളയാണെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മാപ്പിളമാർ ഹിന്ദുമതത്തിലുള്ളവരെ കൊന്നൊടുക്കുന്നത് കണ്ടതുകൊണ്ടാണ് എല്ലാ മതത്തിന്റെയും ആശയം ഒന്നാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി സർവ്വമത സമ്മേളനം ഗുരു നടത്തിയത്. ഈ മാപ്പിള ലഹളയെപ്പറ്റി കുമാരനാശാൻ കവിത എഴുതിയിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കവിത ഉദ്ധരിച്ചായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ DGPക്ക് റിപ്പോർട്ട് നൽകി തൃശൂർ DIG ഹരിശങ്കർ. ക്രൂരമർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് നടപടി. പരാതി ഉയർന്ന അന്ന് തന്നെ നടപടിയെടുത്തു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 4 ഉദ്യോഗസ്ഥർക്കും 2 വർഷത്തെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുകയും സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. കൈകൊണ്ടിടിച്ചു എന്ന കുറ്റം മാത്രമേ ഉള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുന്നംകുളം പോലീസ് മർദ്ദനത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മർദ്ദനമേറ്റ ചൊവ്വന്നൂരിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS സുജിത്ത്. സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പും മർദ്ദനമുണ്ടായിരുന്നുവെന്നും ശശിധരൻ എന്ന പോലീസുകാരൻ തലക്കടിച്ചുവെന്നും കൂടാതെ ഡ്രൈവർ ഷുഹൈദം മർദ്ദിച്ചുവെന്നും ഈ ദൃശ്യങ്ങളൊന്നും CCTVയിൽ ഇല്ല എന്നും സുജിത്ത് പറഞ്ഞു. സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ചുരുളുകൊണ്ട് കാലിൽ നിരവധി തവണ അടിച്ചെന്നും കുടിവെള്ളം ചോദിച്ചിട്ട് തന്നില്ല എന്നും സുജിത്ത് വെളിപ്പെടുത്തി. മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണം, ഇവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നും സുജിത്ത് വ്യക്തമാക്കി. പോലീസ് സേനയിലെ ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ ക്രൂരത വെളിവാക്കുന്നതാണെന്നും CPM ക്രിമിനലുകൾക്ക് മുന്നിൽ മുട്ടുവിറയ്ക്കുന്ന പോലീസുകാരാണ് അനീതി ചോദ്യം ചെയ്ത പൊതുപ്രവർത്തകന്റെ ദേഹത്ത് 3ാം മുറ പ്രയോഗിച്ചതെന്നും ഇതാണോ പിണറായി സർക്കാരിന്റെ ജനമൈത്രി പോലീസ് നയമെന്നും വേണുഗോപാൽ ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരണവുമായി മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും MLAയുമായ രാഹുൽ മാങ്കുട്ടത്തിൽ. പ്രസ്ഥാനത്തിനും ഈ നാടിനും വേണ്ടി നിരവധി യൂത്ത് കോൺഗ്രസുകാരാണ് ഇക്കാലയളവിൽ പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയായതെന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞു. വിവാദങ്ങൾക്കിടയിൽ ഏറെ ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കുട്ടത്തിൽ പ്രതികരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിനു പിന്നാലെ കേരള പോലീസിനും സർക്കാരിനുമെതിരെ വിമർശനവുമായി KSU സ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. ജോർജ് സാറിന്റെ പണി കേരള പോലീസ് എടുത്താൽ ബെൻസിന്റെ പണി ഞങ്ങൾ എടുക്കുമെന്നാണ് തുടരും സിനിമയിലെ ചിത്രങ്ങൾ പങ്കുവച്ച് അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തെ വിഭാഗീയമായി കാണേണ്ടതില്ലെന്നും വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ. കേസുകൾ പിൻവലിക്കുന്നതിൽ പിടിവാശിയില്ലെന്നും കോടതിയിൽ വരുമ്പോൾ ആവശ്യമായ നടപടിയെടുക്കുമെന്നും സമയം വരുമ്പോൾ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകുന്നു. അടുത്ത 5 ദിവസം കൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. അതിനാൽ അടുത്ത 5 ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നൊറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളും നഴ്സിംഗ് കോളേജുകളും യാഥാർത്ഥ്യമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വയനാട്, കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുമതി നൽകിയതോടെയാണ് ഇത് സാധ്യമായത്. പത്തനംതിട്ട, ഇടുക്കി മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ 4 മെഡിക്കൽ കോളേജുകൾക്കാണ് അനുമതി ലഭിച്ചത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ സ്ഥിരം ജീവനക്കാർക്ക് 2025 ഉത്സവഭതയായി 7000 രൂപ വീതവും താൽക്കാലിക ജീവനക്കാർക്ക് പരമാവധി 3500 രൂപയും അനുവദിക്കും.
ഉത്സവഭാത നൽകാൻ മതിയായ വരുമാനമില്ലാത്ത ഗ്രേഡ് 3, ഗ്രേഡ് 4 ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് കൂടി ആനുകൂല്യം ലഭ്യമാക്കും. കശുവണ്ടി കുംഭകോണം അഴിമതി ആരോപണത്തിൽ വിജിലൻസ് തുടർ നടപടിയെടുക്കാത്തതിനെതിരായ പൊതുതാൽപര്യ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ്. ആരോപണ വിധേയമായ തോണ്ടണ്ടി പരിശോധിക്കാൻ ഏജൻസികൾക്ക് കഴിയുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് ശ്യാംകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. തന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പരാതി നൽകി വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചാണ് അഡ്വക്കേറ്റ് മു മുനീറിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ MLA മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തത്. 15 ദിവസത്തിനകം ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പു പറയുകയും 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ സിവിലും ക്രിമിനലും നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നിയമനം വൈകുന്നതിനെതിരെ വിമർശനവുമായി സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവായൽ. പ്രസിഡന്റിനെ ഉടൻ പ്രഖ്യാപിക്കണമെന്ന് ജഷീർ പള്ളിവായൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് നാഥനില്ലാ കളറിയാണെന്നും ജഷീർ പള്ളിവായൽ പോസ്റ്റിൽ വിമർശിക്കുന്നു. പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി പരസ്യമാക്കി വനിതാ കൗൺസിലർ രാജിവെച്ചു. ഷൊർണൂർ നഗരസഭയിലെ 31-ാം വാർഡ് കോൺഗ്രസ് കൗൺസിലർ സി സന്ധ്യ ആണ് രാജിവെച്ചത്. ലൈംഗികാരോപണങ്ങളിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്കെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടിയാണ് രാജിവെച്ചത്. പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ അവഗണനയും രാജിപ്രഖ്യാപനത്തിന് കാരണമായെന്നാണ് വിവരം. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ഇടുക്കി അടിമാലിയിലെ മറിയക്കുട്ടിക്കൊപ്പം ഭിക്ഷയാചിച്ച് പ്രതിഷേധിച്ച പൊളിഞ്ഞപാലം താണിക്കുഴി അന്നക്കുട്ടി അന്തരിച്ചു. ഉദരസംബന്ധിയായ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടക്കും. 2023 നവംബറിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ മറിയക്കുട്ടിയും അന്നക്കുട്ടിയും പ്രതിഷേധ സൂചകമായി അടിമാലി ടൗണിൽ ഭിക്ഷയാചിച്ച് സമരം നടത്തിയത് വലിയ വാർത്തയായിരുന്നു. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുരുങ്ങിയ സുമയ്യ മെഡിക്കൽ ബോർഡിന് മുൻപാകെ മൊഴി നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു തെളിവെടുപ്പ്. കാർഡിയോളജി, ന്യൂറോളജി, അനസ്തേഷ്യ വിഭാഗത്തിൽ നിന്നുള്ള കൂടുതൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി വിപുലീകരിച്ച സമിതിയാണ് സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വീണ്ടും പരിശോധന നടത്തുമെന്ന മെഡിക്കൽ ബോർഡ് അറിയിച്ചതായി സുമയ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. തൃശൂർ ലുലു മാൾ പദ്ധതിയിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ആർക്കും ആരെയും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും നിയമത്തിന് അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. കോൺഗ്രസ് വിട്ട് CPMലെത്തിയ P സരിനെതിരെ പരാതി ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ യുവതി രാഗരഞ്ജിനിക്ക് മറുപടിയുമായി ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകണമെന്നും മോശം അനുഭവമുണ്ടായ സ്ഥിതിക്ക് നിയമപരമായി മുന്നോട്ടു പോകണമെന്നും പൂർണ്ണ സിമ്പതി ഉണ്ടാകുമെന്നായിരുന്നു സൗമ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്ത്യയുടെ മേൽ ചുമത്തിയ തീരുവ പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ട് നയതന്ത്ര വിദഗ്ധനും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ എഡ്വേർഡ് പ്രൈസ്. വിഷയത്തിൽ US മാപ്പ് പറയണമെന്നും US, റഷ്യ, ചൈന എന്നിവരുമായുള്ള ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിടുക്കുകാട്ടിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 21-ാം നൂറ്റാണ്ടിനെ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് വളരെ നിർണായക പങ്കുണ്ടെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ ANIയോട് പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ നിർണായക പങ്ക് വഹിക്കാൻ പോകുന്നത് ഇന്ത്യയാണ്. ചൈനയുമായും റഷ്യയുമായും ഏറ്റുമുട്ടുന്ന സമയത്ത് എന്തിനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ 50% തീരുവ ചുമത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. ഇന്ത്യയുടെ മേലുള്ള 50% തീരുവ ഒഴിവാക്കണം, 0% കുറയ്ക്കണമെന്നാണ് അഭിപ്രായം. ഇന്ത്യയോട് മാപ്പു പറയണം, എഡ്വേർഡ് പ്രൈസ് കൂട്ടിച്ചേർത്തു. ചൈനയിലെത്തിയ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ വിരലടയാളം മായ്ച്ചുകളഞ്ഞ സഹായികളായ ഉദ്യോഗസ്ഥർ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കിം ഇരുന്നിരുന്ന കസേരയിലെയും സ്പർശിച്ചു ഡെസ്കിലെയും വിരലടയാളങ്ങൾ ഉദ്യോഗസ്ഥർ എത്തി മായ്ച്ചുകളഞ്ഞത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബുധനാഴ്ചയായിരുന്നു സംഭവം. കിം ഇരുന്ന കസേരയുടെ പിൻഭാഗവും കൈകളും ട്രെയിൽ വെച്ചിരുന്ന ഗ്ലാസും ടേബിളും അതിനോട് ചേർന്ന വസ്തുക്കളും സൂക്ഷ്മമായി ഉദ്യോഗസ്ഥർ തുടച്ചിരുന്നു. എല്ലാവിധ DNA വിവരങ്ങളും ഇല്ലാതാക്കുന്നതിനാണ് വിരലടയാളങ്ങൾ നീക്കം ചെയ്തതെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ചൈന നടത്തിയ ഏറ്റവും വലിയ സൈനിക പരേഡിൽ പങ്കെടുക്കാനാണ് കിമ്മും പുടിനും ചൈനയിലെത്തിയത്. നേരത്തെ അലാസ്ക സന്ദർശനത്തിനെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മൂത്രവും മലവും ശേഖരിച്ച് റഷ്യയിലേക്ക് കൊണ്ടുപോയത് വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗാസയിൽ 113 പലസ്തീനികൾ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട്. ഇതിൽ സഹായം തേടിയെത്തിയ 33 പേരും ഉൾപ്പെടും. സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്ന അൽ മവാസിയിൽ വെള്ളത്തിനായി റോഡിലിറങ്ങിയ ഒട്ടേറെ കുട്ടികൾ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. 10 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ ഗാസ നഗരത്തിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാൻ നീക്കം നടക്കുന്നതിനാൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഗാസയിൽ പട്ടിണി മരണവും തുടരുകയാണ്.
കഴിഞ്ഞ ദിവസവും കൊടും പട്ടിണി മൂലം 6 പലസ്തീനികൾ മരണത്തിന് കീഴടങ്ങി. ഇതിനിടെയാണ് ഇസ്രായേൽ സേന കരവ്യോമ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. 2 വർഷത്തിനിടെ ഗാസയിൽ 21,000 കുട്ടികളെങ്കിലും വികലാംഗരാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് UN റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കാലയളവിൽ ഏകദേശം 45,000-ത്തിലധികം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും അവരിൽ പകുതിയിലധികം പേരും വികലാംഗരാണെന്നും UN വികലാംഗരുടെ അവകാശങ്ങൾക്കായുള്ള കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു. ബെയ്ജിംഗിൽ നടന്ന സൈനിക പരേഡിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചും മനുഷ്യന്റെ ദീർഘായുസ്സിനെക്കുറിച്ചും സംസാരിച്ചു എന്ന് റിപ്പോർട്ട്. 2ാം ലോക മഹായുദ്ധത്തിന്റെ 80ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരേഡിൽ പങ്കെടുക്കാൻ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിനൊപ്പം ഇരു നേതാക്കളും എത്തിയപ്പോഴാണ് ഇത്തരമൊരു സംസാരം നടന്നത്. ഇരു നേതാക്കളുടെയും സ്വകാര്യ സംഭാഷണം അറിയാതെ ഓണായിരുന്ന മൈക്ക് വഴിയാണ് പുറത്തുവന്നത്. ബെയ്ജിംഗിലെ ടിയാനൻമെൻ സ്ക്വയറിൽ നടന്ന സൈനിക പരേഡിനായി നടന്നുവരുവേ ഇരുവരുടെയും സ്വകാര്യ സംഭാഷണം മൈക്ക് പിടിച്ചെടുക്കുകയായിരുന്നു. പണ്ടൊക്കെ പറയുമായിരുന്നു 70 വയസ്സിനപ്പുറത്ത് മനുഷ്യർ അപൂർവമായി മാത്രമേ ജീവിക്കൂവെന്ന്. പക്ഷേ ഇന്ന് 70കളിലും പലരും കുട്ടിയാണ് എന്ന് ഷീ ജിൻപിങ് പറഞ്ഞു. അതെ, കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ബയോടെക്നോളജിയുടെ വികാസം കൊണ്ട് മനുഷ്യ അവയവങ്ങൾ നിരന്തരം മാറ്റിവെക്കാൻ സാധിച്ചേക്കാം. കൂടുതൽ ജീവിക്കുമ്പോൾ കൂടുതൽ യുവത്വം ലഭിച്ചേക്കാം. ആ നിലയിൽ മരണമില്ലാതെ ജീവിക്കാനും സാധിച്ചേക്കാം എന്ന് പുടിനും പറഞ്ഞു. ഈ നൂറ്റാണ്ടിൽ തന്നെ മനുഷ്യർക്ക് 150 വയസ്സുവരെ ജീവിക്കാൻ കഴിയുമെന്നാണ് ചിലരുടെ പ്രവചനമെന്നാണ് ഷീ ജിൻപിങ് പറഞ്ഞത്. പുടിനും ഷീ ജിൻപിങ്ങിനൊപ്പം നടന്നിരുന്ന ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിത് ശ്രദ്ധിക്കുകയും ചിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ ഇവരുടെ സംഭാഷണം കൃത്യമായി കേട്ടിരുന്നു എന്ന് വ്യക്തമല്ല. അതേസമയം റഷ്യൻ സർക്കാരോ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയമോ ഈ ചർച്ച സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ ചൈനീസ് സന്ദർശനത്തിനിടെ ഒപ്പമെത്തിയത് മകളാണ്. കിമ്മിന്റെ മകൾ കിം ജു എ ആണ് ചൈനയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തത്. ഇതോടെ കിമ്മിന്റെ പിൻഗാമിയായി മകൾ എത്തുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി. കൗമാരക്കാരിയായ മകൾ കിമ്മിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. ഇത് കിമ്മിന്റെ മകൾ 13കാരി കിം ജു എ ആണെന്ന് ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഉത്തര കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ നിന്നും ട്രെയിനിലാണ് ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിലേക്ക് കിം ജോങ് ഉന്നെത്തിയത്. പിന്നാലെ മകൾ നടന്നുപോകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ആദ്യമായാണ് കിമ്മിന്റെ മകൾ വിദേശത്ത് നടക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. 2022-ൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ വിക്ഷേപണത്തിനിടെ കിം ജോങ് ഉന്നിനൊപ്പം മകൾ കിം ജു എയും പൊതുമധ്യത്തിലെത്തിയിരുന്നു. ഈ വർഷം മെയ് മാസത്തിൽ റഷ്യൻ എംബാസിയുടെ പരിപാടിയിൽ നയതന്ത്ര പ്രതിനിധിയായി കിം ജു എ എത്തിയിരുന്നു. ജൂൺ 13-ന് ഇസ്രായേൽ സൈനികാക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ആയുധ നിർമ്മാണത്തിനുള്ള നിലവാരത്തിലേക്ക് വർദ്ധിപ്പിച്ചതായി UN റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി അംഗരാജ്യങ്ങൾക്ക് വിതരണം ചെയ്ത രഹസ്യ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. വിയന്ന ആസ്പദമായുള്ള രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ജൂൺ 13 വരെ ഇറാനിൽ 440.9 കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ചത് 60% വരെയാണ്. ഇത് മെയ് മാസത്തിലെ AIEAയുടെ അവസാന റിപ്പോർട്ടിനേക്കാൾ 32.3 കിലോഗ്രാം വർധനവാണ് കാണിക്കുന്നത്. അന്ന് ഇറാൻ രഹസ്യമായി കടത്തിയ യുറേനിയം 90% സമ്പുഷ്ടീകരണം നടത്തി അണുബോംബ് നിർമ്മിക്കാനാവുന്നതിന് വളരെ അടുത്താണെന്നും റിപ്പോർട്ടിലുണ്ട്. AIEAയുടെ കണക്കിനനുസരിച്ച് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഏകദേശം 42.5 കിലോഗ്രാം 90% കൂടി സമ്പുഷ്ടീകരണം നടത്തിയാൽ അണുബോംബ് നിർമ്മിക്കാൻ പര്യാപ്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രയേലിന്റെയും US-ന്റെയും ബോംബാക്രമണത്തിൽ തകർന്ന ആണവ പ്ലാന്റുകളിൽ പരിശോധന പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇറാനും AIEAയും കരാറിലെത്തിയിട്ടില്ല എന്നും രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നു. ജൂൺ 22-ന് US ഇറാന്റെ ആണവ പ്ലാന്റുകളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചത്. യുദ്ധത്തിനു ശേഷം പരിശോധിച്ച ഒരേയൊരു സ്ഥലം റഷ്യൻ സാങ്കേതിക സഹായത്തോട് പ്രവർത്തിക്കുന്ന ബുഷെഹർ ആണവ നിലയം മാത്രമാണ്. ഓഗസ്റ്റ് 27, 28 തീയതികളിൽ പ്ലാന്റിൽ ഇന്ധനം മാറ്റി സ്ഥാപിക്കുന്നത് AIEA വിദഗ്ധർ നിരീക്ഷിച്ചിരുന്നു. ആണവായുധ നിർവ്യാപന ഉടമ്പടി പ്രകാരം AIEAയുമായി സഹകരിക്കാൻ ഇറാൻ നിയമപരമായി ബാധ്യസ്ഥനാണ്. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിരാശയുണ്ടെന്ന് റിപ്പോർട്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ അലാസ്ക ഉച്ചകോടിക്ക് ശേഷവും സംഘർഷാവസ്ഥയ്ക്ക് കുറവില്ലെന്ന് ട്രംപ് പറഞ്ഞു. റഷ്യ യുക്രൈനെതിരെ ആരംഭിച്ച പോരാട്ടം നിർത്താൻ കഴിയാത്തതിൽ ട്രംപിന് നിരാശയുണ്ടെന്നും വ്യാഴാഴ്ച യുക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കിയുമായി ട്രംപ് ഫോണിൽ സംസാരിക്കുമെന്നും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതിനിടെ റഷ്യയുമായി സമാധാന കരാർ ഉണ്ടായിക്കഴിഞ്ഞാൽ യുക്രൈന് സുരക്ഷാ പിന്തുണ നൽകുന്നതിനുള്ള ഏറ്റവും പുതിയ ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി 30 രാജ്യങ്ങളുടെ ഒരു വെർച്വൽ മീറ്റിംഗ് ഫ്രാൻസ് ആതിഥേയത്വം വഹിച്ചിരുന്നു. ചർച്ചകൾക്ക് റഷ്യ തയ്യാറാകാത്തതിനെ യൂറോപ്യൻ നേതാക്കൾ യോഗത്തിൽ അപലപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 500-ലധികം ഡ്രോണുകളും ഡസൻ കണക്കിന് മിസൈലുകളുമാണ് റഷ്യ വർഷിച്ചത്. ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു, യുക്രൈൻ വ്യോമസേന അറിയിച്ചു. ഇരു രാജ്യങ്ങൾക്കും ഇടയ്ക്ക് സമാധാന ശ്രമം നടപ്പിലാക്കാൻ US ശ്രമം വിജയിക്കാതെ വന്നതോടെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈൻ അനുകൂലമായി രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ റഷ്യൻ ആക്രമണം.
കഴിഞ്ഞ രാത്രിയിലെ ആക്രമണത്തിൽ റഷ്യ 502 ഡ്രോണുകളും 24 മിസൈലുകളുമാണ് വിക്ഷേപിച്ചത് എന്ന് യുക്രൈൻ വ്യോമസേന ടെലഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചു. ഇതിൽ 430 ഡ്രോണുകളും 21 മിസൈലുകളും തകർത്തെന്നും 14 സ്ഥലങ്ങളിലായി 69 ഡ്രോണുകളും 3 മിസൈലുകളും വീണതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചു. ഇതിനിടെ യുക്രൈന് പിന്തുണയുമായി ബോൾട്ടിക് നോർഡിക് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഡെൻമാർക്ക് തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ സംഗമിക്കാൻ നീക്കം നടത്തുന്നുണ്ട്. ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലൻഡ്, ഐസ്ലൻഡ്, ലാറ്റ്വിയ, ലിത്വേനിയ, നോർവേ, സ്വീഡൻ രാജ്യങ്ങളുടെ നേതാക്കൾ യുക്രൈന്റെ ഭാവി സംബന്ധിച്ച് പ്രസിഡന്റ് സെലൻസ്കിയുമായി ചർച്ച നടത്തും. ബ്രിട്ടീഷ്, ഫ്രഞ്ച് നേതാക്കളായ കിയർ സ്റ്റാർമറുമായി ഓൺലൈനിലും സെലൻസ്കി ചർച്ച നടത്തും.